ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ ആരംഭിക്കുന്നത് ഒരു ക്രൈം സീനിൽ നിന്നാണ്. പിന്നെ അതിനുശേഷം ചാക്കോച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് കേസ് അന്വേഷണങ്ങളാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ചെറിയൊരു കേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകെ ഇദ്ദേഹം നടക്കുന്നത്. പക്ഷേ ഈ ചെറിയ കേസുകളെ പിന്തുടർന്നു പോകുന്ന അദ്ദേഹത്തിന് വലിയൊരു കണ്ണിയിലേക്കാണ് എത്തിച്ചേരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ആരാണെന്നതിന് റിവീൽ ആവുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ വളരെ ത്രില്ലിംഗ് ആയിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് സാധാരണ കുറ്റാന്വേഷണ കഥകളിൽ വരുന്നത്. പ്രത്യേകിച്ച് വില്ലൻ ആര് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രങ്ങൾ ആരാണെന്ന് ആദ്യമേ തന്നെ റിവീൽ ചെയ്ത് സ്ഥിതിക്ക് എന്തിനെന്നുള്ളൊരു ചോദ്യത്തിന് ഒരുപക്ഷെ പ്രേക്ഷകൻ്റെ മനസ്സിൽ അത്ര വളരെ പ്രസക്തി ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതിനും പ്രസക്തിയുണ്ട്. സിനിമയിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും എന്തിനാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ പിന്നെ ഒരു എക്സ്പ്ലനേഷനാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ മൊത്തവും കൊടുക്കുന്നത്. അത് വല്ലാണ്ടങ്ങ് നീണ്ടുപോയെന്ന് തോന്നി. അത് കുറേ കൂടെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ ഒന്ന് എൻഗേജ് ചെയ്ത് എടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വില്ലൻ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സിലുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ലെവൽ ഉള്ളതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഗെയിം കാണുമ്പോഴത്തേക്കും ഓക്കെ ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലൈഫ് അടിച്ചിട്ട് വീണ്ടും തിരിച്ചു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വില്ലന്മാരുടെ അവസ്ഥ ഈ സിനിമയുടെ. അങ്ങനെ നമ്മളിതെല്ലാം പറഞ്ഞെല്ലാം പോയിട്ട് നമുക്ക് പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്കും അറിയാം ഇതൊരു ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതലോ ട്വിസ്റ്റോ ട്രാൻസോ കാര്യങ്ങളോ ഒന്നും സമ്മാനിക്കാനില്ലാത്ത രീതിയിലാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. എന്നിരുന്നാൽ കൂടെ അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ എടുത്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കുറച്ചൊന്ന് ട്രിം ചെയ്യാമായിരുന്നു എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റോളിൽ ചാക്കോച്ചൻ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന എല്ലാ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് നെഗറ്റീവ് ഷെയ്ഡ്സിലുള്ള കഥാപാത്രങ്ങളാണ് പല രംഗങ്ങളും തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം മികച്ച രീതിയിൽ തന്നെ അവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.